ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർഡിനോ ഉപയോഗിച്ച് അങ്ങനെ LED ബ്ലിങ്ക് ചെയ്യിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി ആർഡിനോ ബോർഡിനെ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആർഡിനോ IDE. നിങ്ങളൊരു പുതിയ ആളാണ് ആർഡിനോ IDE ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങളിത് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത കോഡായിരിക്കും ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത്. അപ്പോൾ ആർഡിനോ IDEയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ടാബ് കാണാനായിട്ട് പറ്റും. ഫയലുണ്ട്, അതിൻ്റെ അകത്ത് ന്യൂ, ഓപ്പൺ, സേവ്, ക്ലോസ്, അങ്ങനെ കുറേ ടാബുകൾ ഉണ്ട്. ഇവിടെ നമുക്ക് വേറെ കുറേ ടാബുകൾ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ വഴി വരുന്ന എപ്പിസോഡിൽ നമുക്ക് പയ്യെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആർഡിനോ കോഡുകൾക്കും 2 പാർട്ടുകളാണ് വരുന്നത്. ഒന്ന് വോയിഡ് സെറ്റപ്പും ഒന്ന് വോയിഡ് ലൂപ്പും. അപ്പോൾ വോയിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമേ റൺ ചെയ്യത്തുള്ളൂ. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പുട്ട് യുവർ സെറ്റപ്പ് കോഡ് ഹിയർ ടു റൺ വൺസ്. അതായത് ഒരു പ്രാവശ്യം റൺ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ കോഡ് കൊടുക്കുക. അടുത്തതാണ് വോയിഡ് ലൂപ്പ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പുട്ട് യുവർ മെയിൻ കോഡ് ഹിയർ ടു റൺ റിപ്പീറ്റഡ്ലി. റിപ്പീറ്റായിട്ട് ഇത് റണ്ണ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും 2 ബ്രാക്കറ്റുകളുടെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റുകളുടെ ഉള്ളിൽ എഴുതുന്ന കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തേക്ക് പോകത്തുള്ളൂ. കണ്ടോ, വോയിഡ് സെറ്റപ്പിൻ്റെ 2 ബ്രാക്കറ്റുകളാണ് ഈ കാണുന്നത്. വോയിഡ് ലൂപ്പിൻ്റെ ഈ 2 ബ്രാക്കറ്റുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയാൽ മാത്രമേ ഇത് റണ്ണായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്ലിങ്ക് കോഡ് എടുക്കുന്നതെന്ന് നോക്കാം. ഫയലിൽ പോയിട്ട് എക്സാമ്പിൾസിൽ ബേസിക്സിൽ ബ്ലിങ്ക് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ടാബ് ഓപ്പണായി വരും. അത് ജസ്റ്റ് ഫുൾ സ്ക്രീൻ അടിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബ്ലിങ്ക് കോഡ്. അപ്പോൾ ഇതൊന്നും കോഡല്ല, കമാൻഡുകളാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു കോഡ് ഫോർമാറ്റിലായിരിക്കും വരുന്നത്. പകരം നമ്മൾ 2 സ്ലാഷ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു കമാൻഡ് രൂപത്തിലായിരിക്കും വരുന്നത്. അത് ആർഡിനോ റീഡ് ചെയ്യത്തില്ല, നമുക്ക് മാത്രമേ അത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. കണ്ടു, ഇവിടെ ഞാൻ സബ്സ്ക്രൈബ് എന്ന് 2 സ്ലാഷ് ഇട്ട് എഴുതി. അപ്പോൾ അത് കമാൻഡാണ്. കണ്ടു, സ്ലാഷ് കളഞ്ഞപ്പോൾ അത് ഒരു സ്ക്രിപ്റ്റായി മാറി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇതിൽ നമുക്ക് വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വോയിഡ് സെറ്റപ്പിലേക്ക് നോക്കിക്കേ, ഈ 2 ബ്രാക്കറ്റിൻ്റെ ഇടയിലായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. വോയിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റണ്ണ് ചെയ്യേണ്ട കോഡാണ്. പിൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിന്നിൻ്റെ മോഡ് ഡിഫൈൻ ചെയ്യുന്നൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് എഴുതിയിട്ട് 2 ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതുന്നതാണ് ഏത് പിന്നാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ LED ബിൽട്ടിൻ ആണ്. ആർഡിനോയിൽ ബിൽട്ടിനായി വരുന്ന LED ആണ് ഈ ഒരു LED ബിൽട്ടിൻ. അപ്പോൾ ഈ LED ബിൽട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡിനോയിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു LED ആണ്. അപ്പോൾ ആ LED ആർഡിനോയിൽ തന്നെ ഹാർഡായിട്ടുണ്ട്. പിന്നെ ആ ഒരു LEDയുടെ ഔട്ട്പുട്ട് ഒരു പിന്നുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അത് പിൻ നമ്പർ 13ലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഡിൽ നമ്മൾ ബിൽട്ടിൻ LEDനെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സെറ്റപ്പ് കോഡിൽ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ ലൂപ്പിലേക്ക് വരികയാണ്. ഈ ഒരു ലൂപ്പ് കോഡ് ഓവർ ആൻഡ് ഓവർ റൺ ചെയ്യും. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 4 ലൈൻസ് ഓഫ് കോഡാണ് വേർഡ് ലൂപ്പിലുള്ളത്. ഇതിലും ബ്രാക്കറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് LED ബിൽറ്റിൻ എന്ന് കാണാം. അപ്പോൾ ഈ ഒരു LED ബിൽറ്റിനെയാണ് അത് വിളിക്കുന്നത്. അപ്പോൾ അത് ഹൈ. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് LED ബിൽറ്റിൻ ഹൈ. ഈ ഒരു ബിൽറ്റിൻ ആയിട്ടുള്ള LEDനെ ഹൈ ആക്കുന്നു. അതായത് ആ ഒരു പോർട്ടിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പിൻ നമ്പർ 13ലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് വരും. ഇവിടെ ഒരു ഡിലേ 1000 എന്നുള്ളത് മില്ലി സെക്കൻഡിലാണ് ഉള്ളത്. അപ്പോൾ 1000 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡാണ്. അപ്പോൾ ഡിലേ 1000 എന്നുള്ള ഒരു ഇത് കൊടുക്കുന്നു. അടുത്തതായി വീണ്ടും ഡിജിറ്റൽ റൈറ്റ് LED ബുള്ളറ്റിൻ ലോ. നമ്മുടെ LED ലോ ആക്കുന്നു, അതായത് നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നു.
അപ്പോൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ LED മറ്റേ നെഗറ്റീവിലേക്കായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ LED കത്തത്തില്ല, രണ്ടിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കണം പോസിറ്റീവ് ടെർമിനലിൽ. അപ്പോൾ ഈ ഒരു LED ലോ ആക്കുന്നു. അടുത്തത് വീണ്ടും ഒരു ഡിലേ ആണ്, ഒരു 1000 മില്ലി സെക്കൻഡിൻ്റെ ഡിലേ. അപ്പോൾ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ടോപ്പ് കോഡിലേക്ക് വരും, അത് റിപ്പീറ്റ് ആയിട്ട് പോകും. ആദ്യം പിന്നെ LED ഹൈ ആക്കുന്നു, പിന്നെ അത് അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും, കംപ്ലീറ്റ് റിപ്പീറ്റഡ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇലക്ട്രോണിക്സ് പാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു LEDയും ഈ ഒരു 1K റെസിസ്റ്ററുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 1K റെസിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആർഡിനോ ബോർഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. ഒരു LEDക്ക് വേണ്ടത് 1.5 വോൾട്ടാണ്. അപ്പോൾ ഈ ഒരു LED ഡയറക്റ്റ് ആയിട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു LED അടിച്ചു പോകും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് LEDയുടെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ ആദ്യം തിരിച്ചറിയണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു പുതിയ LED ആണെങ്കിൽ ലോങ് ലെഗ് പോസിറ്റീവ് ടെർമിനലിനെ, ഷോർട്ട് ലെഗ് നെഗറ്റീവ് ടെർമിനലിനെ റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ LEDയുടെ 2 ടെർമിനൽ കട്ട് ചെയ്തു, അപ്പോൾ രണ്ടും ഒരേ ലെങ്ത് ആണെങ്കിൽ ഈ LEDയുടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 മെറ്റൽ പ്ലേറ്റ്സ് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഒരു ചെറിയ മെറ്റൽ പ്ലേറ്റും ഒരു വലിയ മെറ്റൽ പ്ലേറ്റും ഉണ്ട്. അതിനകത്ത് ഈ ചെറിയ മെറ്റൽ പ്ലേറ്റ് ആണ് പോസിറ്റീവ് ടെർമിനലും, ഈ ഒരു വലിയ മെറ്റൽ പ്ലേറ്റ് ആണ് നെഗറ്റീവ് ടെർമിനലും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു LEDയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ബാറ്ററി കുത്താതെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിലേക്ക് പവർ കൊടുക്കാനായിട്ട് പോവുകയാണ്. സോ നമ്മൾ പവർ കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ പവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു റെഡ് ബട്ടൺ റീസെറ്റ് സ്വിച്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നസ് കുറച്ച് കാണിക്കാം. LED ഇവിടെ ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റീസെറ്റ് സ്വിച്ച് ഞെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോഡ് വീണ്ടും റീസ്റ്റാർട്ടായി ആദ്യം മുതലേ റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആർഡിനോയിൽ ഈ ഒരു പിൻ നമ്പർ 13ലേക്ക് വേറെ LEDയും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു L എന്ന് പറയുന്ന LED ആണത്, കണ്ടോ? അതും ഇതിൻ്റെ ഒപ്പം തന്നെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഈ റീസെറ്റ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയാണ് ബ്ലിങ്ക് ആവുന്നത്. അപ്പോൾ ഈ ഒരു LED തന്നെയാണ് ഈ ഒരു പിൻ നമ്പർ 13ലേക്ക് കണക്റ്റ് ആയിട്ടുള്ളത്.